അങ്ങനെ ഡേ 3 ഫ്രം ടുറങ്കി ക്യാമ്പ് സൈറ്റ്. ഇത് രാവിലെ ഉള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ അക്കോമഡേഷൻ റൂംസും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് കാറിൽ വന്ന് അങ്ങനെ റൂംസ് എടുത്തും നമുക്കിവിടെ താമസിക്കാം. ഇതൊക്കെ ക്യാമ്പ് ചെയ്തേക്കുവാണ്, ക്യാമ്പർ വാൻസ്. ഇത് കിച്ചൺ ബാത്റൂം ഒക്കെ ബിൽഡിംഗ് ആണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ക്യാമ്പർ വാൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാത്റൂമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടാണ് ബ്രഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ഉണ്ടാക്കിയത്. നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നൂഡിൽസ് ആയിട്ട് ഇങ്ങനെ സൂപ്പി ആയിട്ട് എന്തെങ്കിലും കഴിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അങ്ങനെ നൂഡിൽസൊക്കെ കഴിച്ചു. നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി എരിഞ്ഞു. അപ്പോൾ ഒരു ബനാന കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചു. ഈ ക്യാമ്പർ വാനിൽ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ കബേർഡ്സ് ഒക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ക്യാമ്പർ വാൻ ഓടുമ്പോൾ ഈ കബേർഡ്സ് ഒക്കെ തുറന്ന് ഇതിലെ കപ്പും മഗ്ഗും ഒക്കെ പുറത്ത് വീഴും. അപ്പോൾ അതൊക്കെ ഒരു ചെക്ക് ലിസ്റ്റാണ്. എപ്പോഴും ക്യാമ്പർ വാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കബേർഡ്സ് ഒക്കെ ലോക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ക്യാമ്പർ വാനിലെ വേസ്റ്റ് വാട്ടറൊക്കെ ക്ലിയർ ചെയ്യണം, ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യണം. ഞങ്ങൾ നോക്കിയപ്പോൾ ഫ്രഷ് വാട്ടർ 25% ഉള്ളൂ, വേസ്റ്റ് വാട്ടർ 25% ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യുകയും വേസ്റ്റ് വാട്ടർ കളയുകയും വേണം. ഇത് ടോയ്ലറ്റിലെ എക്സോസ്റ്റ് ഓപ്പണിംഗ് ആണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് അടച്ചതാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിലൂടെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട്, ഇതാണ് നമ്മളുടെ ടോയ്ലറ്റ് വേസ്റ്റ് ടാങ്ക്. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെ വേസ്റ്റൊക്കെ വരുന്ന സോളിഡ് വേസ്റ്റും നമ്മളുടെ യൂറിൻ ആൻഡ് പുപ്പു വേസ്റ്റൊക്കെ കളക്റ്റ് ആവുന്ന ടാങ്കാണിത്. അപ്പോൾ അത് സ്മെല്ലൊന്നുമില്ല, പുറത്ത് സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കങ്ങനെ ഒരു എന്താ പറയുക, നിങ്ങളിതിൽ വിചാരിക്കും ഇതൊക്കെ ചെയ്യണോ ക്യാമ്പർ വാൻ എടുക്കുമ്പോൾ എന്ന് കരുതരുത്. ഇറ്റ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ ഫൺ എന്ന് കരുതി ചെയ്യണം. ആൻഡ് മറ്റ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വിചാരിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇത് ചെയ്യുമ്പോൾ ഇല്ല. അപ്പോൾ ഇവിടെ ഈ ക്യാമ്പ് സൈറ്റുകളിൽ ഡംപ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് ഇത് കൊണ്ടുപോയി കളയേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ല, ഇടാനും പാടില്ല അങ്ങനെ. ഓക്കെ, അപ്പോൾ ആ ഡംപ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ ഒരു ഓപ്പണിങ്ങിലാണ് നമ്മളുടെ ടോയ്ലറ്റ് വേസ്റ്റ് കളയേണ്ടത്. അപ്പോൾ അത് കളഞ്ഞ ശേഷം ഒന്നും കൂടെ അവിടെ വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടെയൊക്കെ കഴുകി നീറ്റാക്കിയിട്ട് ഈ ടാങ്ക് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വെക്കുക. കഴുകി എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് തിരിച്ച് വച്ചതിന് ശേഷം നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അവിടെ ഈ പുപ്പു ടാങ്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ടാബിൻ്റെ കവർ ഉണ്ടാവും. നമ്മൾ ടോയ്ലറ്റിലിടേണ്ട ഒരു ടാബ്ലറ്റാണ്. ആ ടാബ്ലറ്റ് നമ്മൾ ടോയ്ലറ്റിനകത്ത് ഇടണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. അത് ഈ പൂപ്പു യൂറിൻ്റെയൊക്കെ സ്മെല്ല് വരാതിരിക്കാനും, പിന്നെ ഈ ടാബ് കുറേ ഇങ്ങനെ അലിയിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് ടാങ്ക് ക്ലിയർ ചെയ്യുന്ന സമയത്ത് മറ്റ് സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ദാറ്റ് മേക്സ് ദ പ്രോസസ് മോർ ഈസിയർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ടാബ് ഇടാനായിട്ട് മറക്കരുത്. ഇത് അകത്ത് പോയിട്ട് ടോയ്ലറ്റിനകത്താണ് ഇത് ഇടേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഷ് വാട്ടർ ഫില്ലിങ്. അത് ഈസിയാണ്. അവിടെ നിന്ന് ജസ്റ്റ് വാട്ടർ അങ്ങ് ഫില്ല് ചെയ്യാം. അത് ഈ ഡംപ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും. അത് നമ്മൾ ഡംപ് സ്റ്റേഷനിൽ മറ്റേ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച വാട്ടറല്ല, ഇത് വേറെ വാട്ടറാണ്. അപ്പോൾ അത് ഫ്രഷ് വാട്ടറിന് ഡ്രിങ്കിങ് വാട്ടറിന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ വാട്ടറേ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഫില്ല് ചെയ്യാവൂ. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തു. ഈ ഹോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ക്യാമ്പർ വാനിൻ്റെ കൂടെ കിട്ടും. അതെല്ലാം ഈ താഴെ ഈ ഒരു സ്റ്റോറേജ് ഏരിയയിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ വേസ്റ്റ് വാട്ടർ കളയാനുണ്ട്. അതായത് നമ്മൾ കിച്ചണിൽ പാത്രം കഴുകിയതിൻ്റെയും അങ്ങനെയുള്ള വാട്ടർ, നമ്മൾ കൈ കഴുകിയതിൻ്റെയും ഒക്കെ വാട്ടറില്ലേ, അത് കളയണം. അതും ഈ ഡംപ് സ്റ്റേഷനിൽ തന്നെയാണ്. അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ ആയിട്ടാണ്, ഈ ക്യാമ്പർ വാനിൻ്റെ താഴെയായിട്ടാണ്. അപ്പോൾ അവിടെ അവിടെ ഊരിയിട്ട് ഈ ഹോസ് അവിടെ വെക്കുക. എന്നിട്ട് നമ്മളിത് കളയുക ഡംപ് സ്റ്റേഷനിലേക്ക്. അപ്പം നമ്മൾ നേരത്തെ പൂപ്പു വേസ്റ്റ് കളഞ്ഞ ഡംപ് സ്റ്റേഷനിൽ അവിടെ തന്നെ വേറൊരു ഓപ്പണിംഗ് ആണ് ഈ പറയുന്ന വേസ്റ്റ് വാട്ടർ കളയണ സ്ഥലം. നമ്മൾ
പൂപ്പു വേസ്റ്റ് കളഞ്ഞെടുത്ത് ഇത് കളയരുത്. ഈ വാട്ടർ കളയാനായിട്ട് വേറെ വേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇവിടെയായിട്ടാണ് വേസ്റ്റ് വാട്ടർ കളയണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ നീറ്റായി കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വേസ്റ്റ് വാട്ടറും കളഞ്ഞു, ഹോസ് ഇതെല്ലാം ക്യാമ്പർ വാൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അതും എടുത്ത് വെച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്തു, വേസ്റ്റ് വാട്ടർ കളഞ്ഞു, പൂപ്പു വേസ്റ്റ് കളഞ്ഞു, ആൻഡ് ടോയ്ലറ്റിൽ ആ ടോയ്ലറ്റ് ടാബ് ഇട്ടു. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അതിൽ ആ സ്റ്റോറേജ് ഏരിയ ലോക്ക് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒരു ചെക്സാണ്. നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ക്യാമ്പർ വാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ബൈക്ക് റാക്കാണ്, അതായത് നമ്മളുടെ സൈക്കിളൊക്കെ കൊണ്ടുവന്നാൽ ഇതിൽ കെട്ടി വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ചാർജ് ഫുള്ളാണ്. ഫ്രഷ് വാട്ടർ 100% ഫുൾ ഫില്ലായിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ ഇല്ല, 0. അപ്പോൾ നോ വേസ്റ്റ്. അപ്പോൾ ക്യാമ്പർ വാൻ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം മേക്ക് ഷുവർ ചെയ്തു. ഇനി അങ്ങനെ ടുറങ്കി ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. മാർത്തതെ ഡാൻസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ടുറങ്കി ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ടൊങ്കറിറോ റിവർ ട്രെയിൽ. ഈ കാണുന്ന റിവർ ടൊങ്കറിറോ റിവറാണ്. ബ്യൂട്ടിഫുൾ അല്ല, എന്ത് രസമാണ്. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ എന്ത് രസം. കുറേ പേര് അവിടെ നിന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യണ്ടായിരുന്നു, മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഈ തണുപ്പത്ത് നല്ല തണുപ്പുണ്ട്, വെയിലുള്ള ദിവസമാണെങ്കിലും നല്ല തണുപ്പുണ്ട്. അപ്പോൾ വെള്ളത്തിനും നല്ല തണുപ്പായിരിക്കും, എന്നാലും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഫിഷിംഗ് ചെയ്യണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ ഞങ്ങളിങ്ങനെ നദിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നടന്നപ്പോൾ ഒരു നല്ലൊരു വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഈ നദിക്ക് കുറുകെയായിട്ട്. അപ്പോൾ ആ വാക്കിംഗ് ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നടന്നു. അതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്ന് നല്ല ബ്യൂട്ടിഫുൾ നദിയാണ് കേട്ടോ. ഈ നടത്തം, ഈ റിവർ ട്രെയിൽ എന്ന് പറയുന്നത് 13 കിലോമീറ്ററോളം നീളമുള്ള ഒരു ലൂപ്പാണ്. അപ്പോൾ അതിന് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെച്ച് നിർത്തി നമുക്ക് തിരിച്ചു പോരാം. ഈ 13 കിലോമീറ്റർ നമ്മൾ നടക്കണം എന്നില്ല. അപ്പം ഞങ്ങൾ ചെയ്തത്, ഞങ്ങളൊരു അരമണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെയ്തത്. ഞങ്ങൾ ഫുൾ നടക്കാൻ പോയില്ല. പക്ഷെ ആ പോയ ദൂരം അത്രയും വളരെ മനോഹരമായിരുന്നു. ഈ നദിയുടെ അടുത്തേക്കൂടെ തൊട്ട അരികത്തെ കൂടിയാണ് ഈ നടപ്പാത, അപ്പോൾ നടക്കാനുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നദിയുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചാണ് ഞങ്ങൾ നടന്നു പോയത്. ഇത് വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൂപ്പാണ്, നടപ്പാതയാണ്. അത്ര ബുദ്ധിമുട്ടില്ല. പിള്ളേർക്കായാലും പ്രായമായവർക്കായാലും ഒക്കെ ഫാമിലി ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു ട്രെയിലാണിത്. അപ്പോൾ നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യൂ, ടൊങ്കറിറോ റിവർ ട്രെയിൽ. അപ്പം ഞങ്ങളങ്ങനെ നേച്ചർ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒന്ന് സമാധാനമായിട്ടൊക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ അവിടെയുള്ള പൂക്കളും ഇലകളും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് നടന്നു. തിരിച്ച് വന്നപ്പോഴേക്കും മാർത്ത പറഞ്ഞ് ഞാൻ ടയേർഡാണ്, എന്നെ തുളത്ത് കയറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രമനും വേതാളവുമാണ് പോകുന്നത്. വേതാളം വിക്രമൻ്റെ ചെവി കടിച്ച് തിന്നുണ്ടോ ആവോ. അപ്പം അങ്ങനെ അവിടെ ഞങ്ങൾ തിരിച്ച് ലൂപ്പ് തീരനടുത്ത് വന്നപ്പോൾ എസ്തർ അവിടെ കുറേ സർക്കസൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഈ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോയി. ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ആ നടത്തം തുടങ്ങുന്ന സ്ഥലത്തായിട്ടാണ്. അപ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നത്, ഇപ്പോൾ ടൊങ്കറിറോ റിവർ ട്രെയിൽ കഴിഞ്ഞ് അപ്പോൾ ടുറങ്കിയിൽ വേറൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് ചെയ്തില്ല. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഫക്കപ്പാപ്പ ആണ്. നമ്മുടെ സ്നോ മൗണ്ടൻ റുഹപ്പഹു ഒക്കെ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് പോകുന്ന വഴിക്കാണ് ഒരു ടൊക്കാനോ ജിയോ തെർമൽ പൂൾ, നാച്ചുറൽ തെർമൽ പൂൾസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെയും ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള സ്ഥലമാണ്, ഇപ്പോൾ രണ്ടാമതാണ് പോകുന്നത്. അപ്പോൾ അത് ഈ പോകുന്ന വഴിക്കാണ്, ടുറങ്കിയിൽ നിന്ന് ഫക്കപ്പാപ്പ പോകുന്ന വഴിക്കാണ് ഈ പറയുന്ന ടൊക്കാനോ തെർമൽ പൂൾസ്. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഇതും നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. അവിടെ പ്രൈവറ്റ് പൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് ഫാമിലിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ 20 മിനിറ്റ്സിനാണ് എടുത്തത്. 20 മിനിറ്റ്സിന് എല്ലാവർക്കും കൂടെ ഏകദേശം ഒരു $40 ആയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫക്കപ്പാപ്പ ലക്ഷ്യമായി പോവുകയാണ്. ഈ ടൊക്കാനോ തെർമൽ പൂൾസിൽ നിന്ന് ഫക്കപ്പാപ്പയിലേക്ക് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവാണുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മാറി ഓടിച്ചു.
ക്യാമ്പർ വാൻ ഓടിക്കാൻ നല്ല രസമാട്ടോ. നമ്മൾ നല്ല ഹൈറ്റിൽ ആണ് ഡ്രൈവ് ചെയ്യണം, കാർ ഓടിക്കുന്ന പോലെയല്ല. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമ്പർ വാൻ ഡ്രൈവ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഫക്കപ്പാപ്പ എത്തി. നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തോർന്ന് നിൽക്കുമായിരുന്നു. നല്ല തണുപ്പുമുണ്ട്. ഫക്കപ്പാപ്പ ഈസ് ലൈക്ക് വെരി ക്ലോസ് ടു ദ സ്നോ മൗണ്ടൻ റുഹപ്പെഹു. അപ്പോൾ ഈ ക്യാമ്പ് സ്റ്റേഷനിലും നമുക്ക് തുണിയൊക്കെ അലക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകി. അപ്പോഴേക്കും ദിലു രാത്രിയിലത്തേക്കുള്ള ഡിന്നറൊക്കെ ഉണ്ടാക്കി. നമുക്ക് ഫക്കപ്പാപ്പ വിശേഷങ്ങളുമായി ഡേ 4 കാണാം.